Hello everyone, welcome to KS Mentor Weekly Current Affairs Class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 15 മുതൽ 21 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ ഡിഗ്രി KS പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്സ് വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക്, എക്സസൈസ് സഹ്യോഗ് കൈജിൻ, എക്സസൈസ് ഡിസേർട്ട് നൈറ്റ്, സംഭവ്, പത്മ അവാർഡ്സ്, ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്. ഇനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേൾഡ് എംപ്ലോയ്മെന്റ് ആൻഡ് സോഷ്യൽ ഔട്ട്ലുക്ക് റിപ്പോർട്ട് 2024 ഇതാരാണ് റിലീസ് ചെയ്യുന്നത്? ഇത് റിലീസ് ചെയ്യുന്നത് ILO ആണ്, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ് ഈ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. എന്താണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത്? കഴിഞ്ഞ വർഷത്തെക്കാളും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്താണ്? കുറച്ച് കൂടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ വന്നിട്ടുണ്ട്. അത് എത്രയാണ് വന്നേക്കുന്നത്? 5.2%. അതായത് 5.1% ആയിരുന്നു 2023. 2024 ആയപ്പോഴേക്കും അത് 5.2% ആയി. ഇതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കാര്യം. അതുപോലെ തന്നെ പ്രധാനമായും ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2024 ആകുമ്പോഴത്തേക്കും ഏകദേശം തൊഴിലില്ലായ്മയുടെ നിരക്ക് 2 മില്യൺ ആവും എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാൻഡമിക് സിറ്റുവേഷനിൽ, COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ അൺഎംപ്ലോയ്മെന്റും അതുപോലെ തന്നെ ജോബ് റേറ്റിലും ഒരു ഡിക്രീസ് കാണുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന അടുത്തൊരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ജോബ് റേറ്റ് എന്ന് പറയുന്നത്? അതായത് ഏത് കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് ഈ ജോബ് റേറ്റിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് താല്പര്യം ഉണ്ടായിട്ടും ജോലി കിട്ടാതെയുള്ള കുറച്ച് പേരുണ്ടാവും. അത് ജോലി ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്, ജോലി കണ്ടെത്താൻ അവർക്ക് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് എന്താണ്, തൊഴിൽ കിട്ടുന്നില്ല. അവരെയാണ്, അങ്ങനെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഈ ജോബ് റേറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? അതായത് അൺഎംപ്ലോയ്മെന്റിലും ജോബ് റേറ്റിലും പാൻഡമിക് സിറ്റുവേഷനിൽ എന്താണ് ഒരു ഡിക്രീസ് കാണുന്നുണ്ട്. അതാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ അടുത്തൊരു കാര്യം. ഓക്കെ, അടുത്തായിട്ട് പറയുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്തു എന്നാണ്. അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. അത് ടെക്നോളജിയിലുള്ള അപ്ഡേഷൻസ് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ലേബർ പ്രൊഡക്ടിവിറ്റി എന്താണ്, അതിലൊരു ഡിക്രീസ് കാണുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഇനി നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ILO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് വെർസൈൽസിന്റെ ഭാഗമായിട്ടാണ്. 1919 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. UNOയുടെ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് മാറുന്നത്, അതായത് ILO UNOയുടെ ആദ്യത്തെ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ആയിട്ട് മാറുന്നത് എന്നാണ്. അത് 1946 ILOയുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് മാനുഷിക അതുപോലെ തന്നെ ലേബർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നാണ്. തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിന്റെയും റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ILOന്റെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ട്രീറ്റി ഓഫ് വെർസൈൽസ് ആണ്. അതായത് ഇത് സൈൻ ചെയ്യുന്നത് 1990 ജൂൺ 28 ഓക്കെ, ജൂൺ 28 ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. വേൾഡ് വാർ ഫസ്റ്റിന്റെ എൻഡോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് എക്സസൈസ് സഹ്യോഗ് കൈജിൻ ആണ്. നമുക്കറിയാം, പൊതുവെ ഈ ഒരു എക്സസൈസ് ഒക്കെ കൺക്ലൂഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള സെക്യൂരിറ്റി കോപ്പറേഷൻസ് എൻഹാൻസ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എക്സസൈസ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എക്സസൈസ് സഹ്യോഗ് കൈജിൻ ആണ്. ഇത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള എക്സസൈസ് ആണ്. അതുപോലെ തന്നെ നേവൽ എക്സസൈസ് ആണ്. എക്സസൈസ് സഹ്യോഗ് കൈജിന് ഇന്ത്യയും ജപ്പാനും തമ്മിലാണ്. അപ്പം എക്സസൈസ് സഹ്യോഗ് കൈജിൻ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നേവൽ എക്സസൈസ് ആണ്. അടുത്ത് വരുന്ന ഡിസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത് ട്രൈലേറ്റർ എയർഫോഴ്സ് എക്സസൈസ് ആണ്. ഓക്കെ, ട്രൈലേറ്റർ എയർഫോഴ്സ് എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസിൽ പങ്കെടുത്തത് ഏതൊക്കെ എയർഫോഴ്സ് ആണ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ എയർഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ചിന്റെ എയറും അതുപോലെ തന്നെ സ്പേസ് എയർഫോഴ്സും ഉണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഈ ഒരു 3 രാജ്യങ്ങളിലെ എയർഫോഴ്സുകൾ തമ്മിൽ കൺക്ലൂഡ് ചെയ്ത ഒരു എക്സസൈസ് ആണ് എക്സസൈസ് ഡിസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്ന ടോപ്പിക് സംഭവ്. എന്താണ് സംഭവിന്റെ ഫുൾ ഫോം വരുന്നത്? സെക്യൂർ ആർമി മൊബൈൽ ഭാരത് വേഷൻ. ഓക്കെ, ഇനി എന്താണ് ഈ സംഭവം എന്ന് പറയുന്നത്? അതായത് 5G ടെക്നോളജി ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുത്തൊരു മൊബൈൽ ഇക്കോസിസ്റ്റം ആണ്. പ്രധാനമായും നമ്മുടെ ഡിഫൻസ് capabilitiesനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മൊബൈൽ ഇക്കോസിസ്റ്റം ആണ് ഈ സംഭവ് എന്ന് പറയുന്നത്. പ്രധാനമായും ഡിഫൻസ് മേഖലയിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്റ്റന്റ് കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് നാഷണൽ
സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഫ്രം അക്കാദമിയ ആൻഡ് ഇൻഡസ്ട്രി ആണ് ഈ ഒരു മൊബൈൽ ഇക്കോസിസ്റ്റം 5G ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു മൊബൈൽ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അടുത്തത് ഒരു ഓർബിച്ചറിയാണ്. പ്രഭ ആത്രെ. പ്രഭ ആത്രെ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ സിംഗർ ആണ്. അദ്ദേഹം റീസെന്റ് അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റ് ആണ്. അത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സിംഗർ ആണ് അദ്ദേഹത്തിന് പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പത്മ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റീസെന്റ് അന്തരിച്ചു. ഇതാണ് ഇതിന്റെ ന്യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന ഒരു ഗായികയാണ് പ്രഭ ആത്രെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം ഈ ഒരു പ്രഭ ആത്രയ്ക്ക് പത്മശ്രീ 1990 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2002 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2022 പത്മവിഭൂഷൺ ആർട്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല 1991 സാഹിത്യ അക്കാദമി അവാർഡും ഈ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മുടെ ഇന്ത്യൻ ആർട്ടിന്റെ ആ ഒരു കൺസർവേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സാഹിത്യ അക്കാദമി അവാർഡ് 1991 ലഭിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്കായിരുന്നു സ്വരമായി. ഓക്കെ, സ്വരമായി, ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബുക്കായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് പത്മ അവാർഡ്സിനെ കുറിച്ച് നോക്കാം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പത്മ അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഉന്നതർക്ക് വിശിഷ്ട സേവനത്തിന് നൽകി വരുന്ന ഒരു അവാർഡ്സ് ആണ് ഈ പത്മഭൂഷൺ. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞത് പത്മഭൂഷൺ ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മശ്രീ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ വിശിഷ്ട സേവനത്തിന് ഉന്നതർക്ക് കൊടുത്തു വരുന്ന അവാർഡ്സ് ആണ്. അതുപോലെ തന്നെ ഈ 3 അവാർഡ്സിന്റെ ആദ്യത്തെ പേര് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, അതുപോലെ പത്മശ്രീ. പഹേല വർക്ക്, ദുസ്ര വർക്ക് ആൻഡ് ത്രിസ്ര വർക്ക് എന്നാണ് ഇതിന്റെ പഴയ പേര്. അതുപോലെ തന്നെ എല്ലാ ഫീൽഡിലുമുള്ള ആക്ടിവിറ്റീസിൽ അതിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്നവർക്കാണ്, ആ ഒരു അച്ചീവ്മെന്റിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തു വരുന്നത്. അതുപോലെ തന്നെ ഈ പത്മവിഭൂഷൺ, അതിൽ തന്നെ പത്മവിഭൂഷണെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൽ നമ്മുടെ രാജ്യത്തെ സെക്കൻഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. ഓക്കെ, അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ വിശിഷ്ടമായ സേവനത്തിന് നൽകി വരുന്ന ഒരു അവാർഡാണ്. അത് മാത്രമല്ല ഈ ഒരു അവാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവൻസ്, അതുപോലെ തന്നെ സയന്റിസ്റ്റ്, അതേപോലെ തന്നെ ഈ ഒരു പത്മവിഭൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഗവൺമെന്റ് സർവൻസ് എന്ന് പറയുമ്പോൾ PSC ഉണ്ടാവും, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഡോക്ടേഴ്സ് ആയിട്ട് സയന്റിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ ഈ ഒരു അവാർഡിന് എലിജിബിൾ അല്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഇനി നോക്കാം ഈ ഒരു അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തികൾ, നമ്മുടെ രാജ്യത്ത് ഈ ഒരു അവാർഡ് ലഭിച്ച ആദ്യത്തെ വ്യക്തികൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സത്യേന്ദ്രനാഥ് ബോസ്, നന്ദലാൽ ബോസ്, സക്കീർ ഹുസൈൻ, ബാൽ സാഹിബ് ഗംഗാധർ ഖേർ, ജിഗ്മേ ദോർജി, വാങ്ചക് ആൻഡ് VK കൃഷ്ണമേനോൻ, ഇവർക്കാണ് ആദ്യമായിട്ട് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്, പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. സാധാരണ ഈ അവാർഡ് മരണാനന്തരം കൊടുക്കുന്നതല്ല, പക്ഷെ ചില റെയർ കേസിൽ മാത്രമാണ് മരണാനന്തരം ഈ ഒരു അവാർഡ്സ് നൽകി വരുന്നത്. അതും കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ വർഷവും ഈ ഒരു അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പത്മ അവാർഡ്സ് കമ്മിറ്റിയാണ്. ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അത് പ്രൈം മിനിസ്റ്റർ ആണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ് എല്ലാ വർഷവും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ ആ ഒരു കമ്മിറ്റി ഹെഡ് ചെയ്യുന്നത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. അപ്പം പ്രൈം മിനിസ്റ്റർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പത്മ അവാർഡ്സ് കമ്മ്യൂണിറ്റി അത് ഹെഡ് ചെയ്യുന്നതിന്റെ തലവൻ ആരാണ്? ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെടുന്ന മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഹോം സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ സെക്രട്ടറി ഉണ്ട്. അത് മാത്രമല്ല 6 എമിനന്റ് പേഴ്സൺസ് ഉണ്ടാവും. ഓക്കെ, 6 മറ്റ് ഉന്നതമായ പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും കൂടി ഈ ഒരു കമ്മിറ്റിയുടെ 6 പേര് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിരിക്കും. ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ആർക്കൊക്കെ അവാർഡ് കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻസ് ആർക്കാണ് കൊടുക്കുന്നത്? അത് നമ്മുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഭാരതരത്നയെ കുറിച്ച് നോക്കാം. ഭാരതരത്നയെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. ഇത് പത്മ അവാർഡ്സിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒരു ഭാരതരത്ന എന്ന് പറയുന്നത്. ഈ ഒരു അവാർഡ്സുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അത് നമ്മുടെ പ്രൈം മിനിസ്റ്ററും രാഷ്ട്രപതിയുമാണ് നോക്കുന്നത്. ഒരു വർഷം 3 ഭാരതരത്ന അവാർഡിൽ കൂടുതൽ കൊടുക്കൂല. ഓക്കെ, അതിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. മാക്സിമം 3 അവാർഡ്സ് വരെയാണ് ഭാരതരത്നയിൽ കൊടുക്കുന്നത്. ഭാരതരത്ന അവാർഡ്സ് ആണ് വർഷത്തിൽ 3 എണ്ണം, അത്ര മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അടുത്തത് നമ്മുടെ 76ാമത്തെ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? ജനുവരി 15-നാണ്
ആണ് 76ാമത്തെ ആർമി ഡേ ആയിട്ട് ആചരിച്ചത്. ഓക്കെ, നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫോഴ്സസിന്, ഒരുപാട് ആർമി ഉദ്യോഗസ്ഥർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആർമി സോൾജേഴ്സിന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ജനുവരി 15 76ാമത്തെ ആർമി ഡേ ആയിട്ട് ആചരിച്ചത്. ഭാരതീയ സേനാ ദിവസ് എന്നും ഈ ഒരു ആർമി ഡേ അറിയുന്നുണ്ട്. അപ്പൊ ഈ ആർമി ഡേയുടെ മറ്റൊരു പേരാണ് ഭാരതീയ സേനാ ദിവസ്. അത് മാത്രമല്ല, ഈ ഒരു ആർമി ഡേ ആചരിക്കുന്നതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ജനറൽ ആയിരുന്ന, ചീഫായിരുന്ന മിസ്റ്റർ കോടന്തേര മടപ്പ കരിയപ്പയുടെ അച്ചീവ്മെന്റ്സിന്റെ ഓർമ്മകൾ കൂടിയാണ് ഈ ഒരു ആർമി ഡേയിൽ ആചരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല 2024 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യൻ ആർമി എന്താണ് ഇയർ ഓഫ് ടെക്നോളജി അബ്സോർപ്ഷൻ ഇയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഒരു ഇയറും കൂടിയാണ് 2024. അതായത് നമ്മുടെ സെക്യൂരിറ്റി എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടുതൽ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ഇയർ ആയിട്ട് ഇന്ത്യൻ ആർമി 2024 റെക്കഗ്നൈസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് 2023 ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ്സ് ആർക്കാണ് ലഭിച്ചത് എന്ന് നമുക്ക് നോക്കാം. 2023 ഫിഫ ഫുട്ബോൾ അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് ലയണൽ മെസ്സിക്കും അതുപോലെ തന്നെ ഐറ്റാന ബോൺമാറ്റിക്കുമാണ്. 2023 ബെസ്റ്റ് വുമൻസ് പ്ലെയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു വർഷത്തെ 2023 ഈ ഒരു ഫുട്ബോൾ അവാർഡ് സെറിമണി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 15 ഓക്കെ, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഈ അവാർഡ് ലഭിച്ച 2 വ്യക്തികൾ ആരാന്നുള്ളത് പ്രധാനമായും ഓർത്ത് വെക്കുക. ഒന്ന് ലയണൽ മെസ്സി, രണ്ടാമത് ഐറ്റാന ബോൺമാറ്റി ആണ്. അടുത്ത് നമുക്ക് ബുക്സ് ആൻഡ് ഓതേഴ്സിനെ കുറിച്ച് നോക്കാം. അതായത് ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ, ഈ ഒരു ബുക്ക് എഴുതിയത് മാൻസുഖ് മണ്ഡാവിയാണ്. ഓക്കെ, മാൻസുഖ് മണ്ഡാവിയാണ് ഈ ഒരു ബുക്ക് എഴുതിയത്. ഇതിപ്പോൾ റിലീസ് ചെയ്തേക്കുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റായ ജഗദീപ് ധൻഖർ ആണ്. ഓക്കെ, ജഗദീപ് ധൻഖർ ആണ്. മെയിൻ ആയിട്ട് ഈ ഒരു ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫെർട്ടിലൈസർ ഫീൽഡിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിനകത്ത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബുക്കിന്റെ ഹിന്ദി വേർഷനുമുണ്ട്. ഉർവരക് ആത്മനിർഭാരത കി റാഹ് ആണ് ഈ ഒരു ബുക്കിന്റെ ഹിന്ദി വേർഷന്റെ പേര്. അതുപോലെ തന്നെ ഈ ഒരു ബുക്ക് പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു ബുക്കിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫെർട്ടിലൈസർ സെക്ടറിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ ആണ് ബുക്കിന്റെ പേര്. അത് എഴുതിയത് ആരാണ്? മാൻസുഖ് മണ്ഡാവിയാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് റിലീസ് ചെയ്ത് ആരാണ്? ഇത് വൈസ് പ്രസിഡന്റായ ജഗദീപ് ധൻഖർ ആണ് ഈ ഒരു ബുക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കും ഭാരതരത്നയുമായി ബന്ധപ്പെട്ടതാണ്. മരണാനന്തരം ഈ ഒരു അവാർഡ് ലഭിച്ചത് കർപ്പൂരി താക്കൂറിനാണ്. കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് ആദ്യത്തെ ഇതിനു മുന്നേ ഉള്ള ബീഹാർ CM ആയിരുന്നു, ബീഹാർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് 49ാമത് ഈ ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വ്യക്തിയാണ് മരണാനന്തരം. അത് മാത്രമല്ല ഭാരതരത്ന ലഭിക്കുന്ന 49ാമത്തെ ആളാണ് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ബീഹാറിൽ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ഒരു എഫേർട്സിനാണ് ഈ ഒരു അവാർഡ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത്. ജനനായക എന്നാണ് അവിടെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ജനങ്ങളുടെ നായകൻ എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ ഒരു അവാർഡ് എപ്പോഴാണ് അനൗൺസ് ചെയ്തത്? അദ്ദേഹത്തിന്റെ 100ാമത്തെ ബർത്ത് ആനിവേഴ്സറിയിലാണ് ഈ ഒരു അവാർഡ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1954 ഭാരതരത്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചതേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഭാരതരത്നയുമായി ബന്ധപ്പെട്ട ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് ഒക്കെ ആരാണ് മേഡ് ചെയ്യുന്നത്? അത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റുമാണ്. അത് മാത്രമല്ല ഒരു വർഷം മാക്സിമം എത്ര ഭാരതരത്ന അവാർഡ്സ് ആണ് കൊടുക്കുന്നത്? അത് മാക്സിമം 3 അവാർഡ്സ് ആണ്. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർസിൽ നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫെയർസ് ടോപ്പിക്സ്. അപ്പോൾ ഈ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയ ആണ്. ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ
നമ്മളിപ്പം ഇവിടെ ചെയ്യുന്നത് എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്താണ് നമ്മൾ ഓരോ ക്ലാസ്സും ചെയ്യുന്നത്. അപ്പോൾ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി പോവുക. അത് മാത്രമല്ല KS മെന്ററിന് നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിനും ഉണ്ട്, അതും നിങ്ങൾ റെഫർ ചെയ്യുക. ഇപ്പം വരുന്ന എക്സാമിനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക. KS മെന്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോ ക്ലാസ് വരുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സ് ഫാക്ട്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്